കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടരാമെന്ന് സുപ്രീം കോടതി. SIRന് കൂടുതൽ സർക്കാർ ജീവനക്കാരെ നിയോഗിക്കരുതെന്ന കോടതിയുടെ നിർദ്ദേശം പ്രത്യേകം ജീവനക്കാരെ നിയോഗിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടരാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. SIR നടപടികൾ തുടരാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നൊരു കാര്യം. 82% ഡിജിറ്റൈസേഷനും പൂർത്തിയായെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. കൂടാതെ കൂടുതൽ സർക്കാർ ജീവനക്കാരെ ഇതിനായി നിയോഗിക്കരുതെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നതെന്നാണ് എടുത്തു പറയുന്ന കാര്യം. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ മറുപടി പ്രത്യേകം ജീവനക്കാരെ ഈ SIRന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്, ഇതിന് വേറെ ജീവനക്കാരെ ആവശ്യമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി SIR തുടരാമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ ഭരണസംഭരണം ഉണ്ടാകും എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ SIRും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കുന്നത് അത് സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, ഭരണസമ്മേളനത്തിലേക്ക് വരെ നയിക്കും എന്ന കാര്യം അടക്കം പറയുന്നു. കൂടാതെ ഉദ്യോഗസ്ഥരെ കൂടുതലായി നിയോഗിക്കുന്നത് ഭരണസമ്മേളനത്തിലേക്ക് പോകുമെന്ന കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത്. SIR നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും വിശദീകരണം കോടതി തേടിയിരുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. SIRും അതുപോലെ തന്നെ SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കാനാവില്ലെന്നാണ് സുപ്രീം കോടതിയിൽ അറിയിച്ച ഒരു കാര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം അടക്കം കേട്ട ശേഷമാണ് എന്തായാലും ഇപ്പോൾ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി പോയിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. എന്തായാലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം SIR നടപടികൾ കേരളത്തിലെ SIR നടപടികൾ തുടരാം എന്നൊരു കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 88% ഡിജിറ്റൈസേഷൻ പൂർത്തിയായെന്ന് കോടതി നിരീക്ഷിച്ചു. എന്തായാലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് തുടരാമെന്ന് SIR നടപടികൾ തുടരാമെന്ന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സർക്കാർ ജീവനക്കാരെ ഇതിനായി നിയോഗിക്കരുതെന്നൊരു കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും SIRന് പ്രത്യേകം ഉദ്യോഗസ്ഥർ നിയോഗിച്ചിട്ടുണ്ട്, കൂടുതൽ ഉദ്യോഗസ്ഥർ വേണ്ട എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു SIRും അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അത് രണ്ടും കലർന്നു പോകില്ല എന്നൊരു കാര്യമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യം. രണ്ടിനും വേറെ വേറെ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അത് വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നില്ല, നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന കാര്യമടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിക്കുകയുണ്ടായി. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം അടക്കം പരിശോധിച്ചുകൊണ്ടാണ് എന്തായാലും കേരളത്തിലെ SIR നടപടികൾ തുടരാമെന്നിപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ശരി, കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടരാമെന്ന സുപ്രീം കോടതി. SIRന് കൂടുതൽ സർക്കാർ ജീവനക്കാരെ നിയോഗിക്കരുതെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രത്യേകം ജീവനക്കാരെ നിയോഗിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിക്കുകയുണ്ടായി. 88% ഡിജിറ്റലൈസേഷനും പൂർത്തിയായെന്നാണ് അറിയിച്ചിരിക്കുന്നത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.